ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഡിസൈൻ വളരെ ഈസിയാണ് ചെയ്യാൻ. ബേസിക് സ്റ്റിച്ചസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ ഫാബ്രിക് എടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഗ്രീൻ നൂല് തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അത് ആദ്യം നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടമുള്ള ലെങ്തിലുള്ള ചെടികളുടെ വള്ളികൾ പോലുള്ള ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഇഷ്ടമുള്ള ലെങ്തിൽ ഇതുപോലെ വരച്ചു കൊടുക്കാം. ഓൾട്ടർനേറ്റ് ആയിട്ട് ചെറുതും വലുതുമായിട്ടൊക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരെണ്ണം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സ്റ്റെമ്മിൽ ഫുൾ ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. അപ്പം ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണെന്ന് അറിയാത്തവർ നമ്മുടെ ബേസിക് ഹാൻഡ് എംബ്രോയ്ഡറി വീഡിയോയിൽ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ നോക്കിയാലും കാണാം. അല്ലെങ്കിൽ നമുക്ക് അത് തന്നെ ഒരു പ്ലേലിസ്റ്റായിട്ട് കിടപ്പുണ്ട്, ബേസിക് സ്റ്റിച്ചസ്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റിച്ചസുകളെല്ലാം ഒന്നും കൂടെ പഠിക്കാൻ പറ്റും. ഇതുപോലെയാണ് കൊടുക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിസൈനായത്. ഇപ്പോൾ നമുക്ക് വേസ്റ്റ് ലൈനിൽ ഫുൾ ചെയ്ത് അങ്ങനെയൊക്കെ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഈവൻ സ്ലീവിൽ മുകളിലേക്ക് ഇങ്ങനെ ചെടികളുടെ വള്ളികൾ പോലെ ഫുൾ സ്ലീവായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ. അതും പെട്ടെന്ന് ചെയ്യാനും പറ്റും, ഈസിയുമാണ്. ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. ണ്ടോ ഞാൻ ചെയിൻ സ്റ്റിച്ച് ഇതുവരെ കൊടുത്ത് നിർത്തി. ഇനി നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഫ്ലവറിൻ്റെ രീതിയിൽ റിംഗ് നോട്ട് കൊണ്ടുള്ള ഒരു ഫ്ലവറാണ് കൊടുത്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സെയിം ഗ്രീൻ കളർ ത്രെഡ് തന്നെ എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റിംഗ് നോട്ട് ഇട്ടൊരു ഫ്ലവർ കൂടെ കൊടുക്കാം. അപ്പോൾ ആ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് നമ്മളൊരു പേൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ ഫ്ലവർ ചെയ്ത് തുടങ്ങാൻ. അപ്പോൾ നമ്മൾ അതിനൊരു ചുറ്റും ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് നടുക്കായിട്ട് ഒരു പേൾ കൂടെ കൊടുക്കാം. അതുപോലെ തന്നെ ഇതിന് ലീഫായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ ലോങ് സ്റ്റെം ഫ്രഞ്ച് നോട്ട് ഉണ്ടല്ലോ, ഇങ്ങനെ കുറച്ച് നീളത്തിൽ ഇതുപോലെ മാറ്റിയിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് കൊടുക്കുക ചെയ്യുന്നത്. കാണിക്കാം. ഇതുപോലെയാണ് അത് സ്റ്റെമ്മായിട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് താഴെ വരെയും കൊടുക്കാം.
അതുപോലെ നമുക്ക് താഴെ വരെ കൊടുത്ത് പേൾസും കൂടെ വെച്ച് ഈ ഡിസൈൻ ഫിനിഷ് ചെയ്യാം. നമുക്ക് ഈ ഫ്ലവറിന് നടുവിലായിട്ട് ഇതുപോലൊരു പേൾ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ നമുക്കിതുപോലെ പേൾസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇതുപോലെ ഈ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഡിസൈൻ്റെ ഒരു ഫിനിഷ്ഡ് ലുക്ക് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഓരോ സബ്സ്ക്രൈബേഴ്സും ഓരോ കമൻസുമാണ് നമുക്ക് ഓരോ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.